ഓക്കെ, വെൽക്കം ടു ഓപ്പൺ സ്കൂളിംഗ്. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനാണ് ക്ലാസ്സിൻ്റെ. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയായിരുന്നു കൊടുക്കേണ്ടത്. എന്താണ് ഫിസിക്സ് വേൾഡിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അപ്പം അതിൻ്റെ നമ്മൾ ബ്രീഫ് ഡിസ്കഷൻ നടത്തിയിരുന്നു സയൻറ്റിസ്റ്റുകളെ കുറിച്ചും, പിന്നെ അവർ കണ്ട സ്വപ്നങ്ങളും, പിന്നെ അവരുടെ റെവല്യൂഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ കടന്നത് ലൈറ്റ്, ഈ സിലബസ് ആണ് നമ്മൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. നേരെ നമുക്ക് ലൈറ്റിന്റെ ചാപ്റ്ററിലേക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. പക്ഷെ അതൊക്കെ തുറന്നിട്ട് മുമ്പ് എല്ലാ ക്ലാസ്സിലും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഫ്രീ ആയിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു നോൺ പ്രോഫിറ്റ് കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് ഒരു പ്രോഫിറ്റ് നമുക്കില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഞങ്ങൾ ക്ലാസ് എടുത്ത് തരാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞങ്ങളുടെ യൂട്ടിലൈസ് ചെയ്യുക. അതാണ് ഈ ക്ലാസ്സിൻ്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അറിയണ അറിവൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് എടുത്തു കൊണ്ടുപോകണം, എന്നിട്ട് നിങ്ങളെ യൂസ്ഫുൾ ആക്കണം. അപ്പോൾ ഓക്കെ, ജസ്റ്റ് കഴിഞ്ഞൊരു ക്ലാസ്സിലത്തെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ തരാം. കഴിഞ്ഞൊരു ക്ലാസ്സിൻ്റെ ചെറിയൊരു ബ്രീഫ് സമ്മറി. അപ്പോൾ ഈ കോട്ട് എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടന്റെ ഒരു കോട്ടാണ്. വാട്ട് വി നോ ഈസ് എ ഡ്രോപ്പ്, വാട്ട് വി ഡോണ്ട് നോ ഈസ് എൻ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കോട്ടിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്സിന്റെ വേൾഡ് അല്ലെങ്കിൽ സയൻസിന്റെ വേൾഡിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പിന്റെ അത്ര ഉള്ളൂ. ആക്ച്വലി കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ എത്ര അറിവ് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു അറിവിന്റെ ഡ്രോപ്പ് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചും, അല്ലെങ്കിൽ ഇപ്പോൾ സയൻസ് എന്നുള്ള ആ ഒരു വാസ്റ്റ് യൂണിവേഴ്സിനെ കുറിച്ചും പഠിക്കാനാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിസ്റ്ററിയിലത്തെ ഓരോ സയന്റിസ്റ്റുകളെ നമ്മൾ നോക്കി. ഓരോ സയന്റിസ്റ്റുകൾ, ഐസക് ന്യൂട്ടൻ, ഗലീലിയോ, ആൽബർട്ട് ഐൻസ്റ്റൈൻ, ടെസ്ല, മാക്സ്വെല്, സ്റ്റീഫൻ ഹോക്കിൻസ്, തോമസ് എഡിസൺ, അങ്ങനെ ഡാർവിൻ, ഇങ്ങനെ ഓരോ സയന്റിസ്റ്റുകളുടെയും ഹിസ്റ്ററി എടുത്തു. എന്നിട്ട് ഇവർ ഓരോരുത്തരും ബിൽഡപ്പ് ചെയ്ത് വന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് സയൻസ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഫിസിക്സിന്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഫിസിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ഇത്രയും ഇംപ്രൂവ് ആവാൻ കാരണം ഈ കുറെ സയന്റിസ്റ്റുകളുടെ ഹാർഡ് വർക്കിംഗ് കാരണമാണ്. അപ്പോൾ നമ്മൾ ആ സയന്റിസ്റ്റുകളുടെ കുറിച്ച് നമ്മൾ കുറെ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണെങ്കിൽ ഇപ്പോഴത്തെ ഫ്യൂച്ചറിലത്തെ ഏറ്റവും പ്രമുഖനായ ഒരു സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു ഒരു വിഷനാണ് ഇപ്പോൾ എല്ലാ സയന്റിസ്റ്റുകളും കൊണ്ടു നടക്കുന്നത്. കാരണം ഇപ്പം നിലവിലുള്ള ക്വാണ്ടം ഫിസിക്സ് ആയാലും എല്ലാ കാര്യങ്ങളും തുടങ്ങി വെച്ചത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ടെസ്ലയെ കുറിച്ചും, ടെസ്ലയുടെ വിഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെസ്ല ടവർ എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ കുറച്ച് കൊല്ലത്തിനുള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷനാണ് ടെസ്ലയുടെ. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ തോമസ് എഡിസനെ കുറിച്ച് പഠിച്ചു നമ്മൾ. പിന്നെ ഇലക്ട്രിക് റെവല്യൂഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ തുടങ്ങാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആണ് ഈ ടോപ്പിക്കിന്റെ പേര്. അപ്പോൾ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ. ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് എനർജിയാണ്. അത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേ ആണ്. അതൊരു ഒറ്റ സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ ട്രാവൽ ചെയ്യുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കണത് ഈ ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിൽ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴാണ് ചോദിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അപ്പൊ നമുക്കത് ആ ഡൗട്ട് ഇന്ററാക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ആണ്. എന്താണ് റിഫ്ലക്ഷൻ? നമ്മൾ റിഫ്ലക്ഷൻ എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ണാടിയെ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ റിഫ്ലക്ഷനെ കാണുമെന്ന് പറയും. അതെന്താ? നമ്മുടെ പ്രതിബിംബം, അല്ലെങ്കിൽ നമ്മൾ എന്താണോ അതുപോലെ നമുക്ക് ആ മിററിൽ കാണാൻ പറ്റും. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന്റെ ഒരു ഫിനോമിനയാണ്. ആക്ച്വലി ലൈറ്റിന്റെ ഒരു ഫിനോമിന കാരണമാണ് റിഫ്ലക്ഷൻ എന്നുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫോം ചെയ്യണത്. ഇപ്പൊ റിഫ്ലക്ഷൻ എന്താ? ലൈറ്റ് ഒരു സർഫസിൽ വന്നിട്ട് അത് ബൗൺസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ റിഫ്ലക്ഷൻ എന്ന് പറയും. ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ the light incident to a polished surface gets reflected back into the same medium. A highly polished surface such as a mirror reflects most of the light falling on it and follows the laws of reflection. അപ്പോൾ ഇതാണ് റിഫ്ലക്ഷൻ്റെ ഒരു സമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിഫ്ലക്ഷൻ കുറേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കണ്ണിൽ എന്തൊക്കെ വിസിബിൾ ആണോ, കണ്ണുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ടോ, അതൊക്കെ റിഫ്ലക്ഷന്റെ ഭാഗമായിട്ടും റിഫ്രാക്ഷന്റെ ഭാഗമായിട്ടും നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ ലൈറ്റ് വന്ന ഒരു ഒബ്ജക്റ്റിൽ എന്താ പറയാ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ബൗൺസ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിക്ക് വരുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് കാണാൻ പറ്റും. അടുത്ത റിഫ്രാക്ഷൻ ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിഫ്രാക്ഷൻ എന്താണ്? റിഫ്രാക്ഷൻ ഇതുപോലത്തെ ഒരു ഫിനോമിന തന്നെയാണ്. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് മീഡിയത്തിന് തമ്മിലുള്ള ഇന്റർഫേസിന്റെ അവിടെ വെച്ചിട്ട് ലൈറ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും. ആ ഒരു ഫിനോമിന പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോണത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ഇതിന്റെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ലൈറ്റ് എന്താണെന്ന് പഠിച്ചു, റിഫ്ലക്ഷൻ എന്താണ്, റിഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ലൈറ്റ് എന്ന് പറഞ്ഞു ഒരു എനർജിയാണ്, ഒരു ഫോം ഓഫ് എനർജിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്ക് ലൈറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് നാച്ചുറൽ ആയിട്ട് ലൈറ്റ് കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. അപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാറിന് എങ്ങനെയാണ് ഇത്രയും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇത് ഇത്തിരി ഡെപ്തിൽ പോകാനാണ് ഈ ഒരു ടോപ്പിക് എടുക്കുന്നത്. അപ്പോൾ ഈ സൺ എന്ന് പറയുന്ന സ്റ്റാർ ഒരു കണ്ടിന്യൂസ് ഫ്യൂഷൻ ആണ് അതിൻ്റെ അകത്ത് ആക്ച്വലി നടക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ് ആക്ച്വലി സണ്ണിന്റെ അകത്ത് നടക്കുന്നത്. മാസ് ഗ്രാവിറ്റി ഉള്ള ഒരു സ്റ്റാർ ആണ് സൺ എന്ന് പറയുന്നത്. സണ്ണിന്റെ വലിപ്പം ഇത്ര വലുതായതുകൊണ്ട് തന്നെ അതിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഭയങ്കര ഫോഴ്സ് ആവും. ഗ്രാവിറ്റേഷൻ അകത്ത് കോറിന്റെ അകത്ത് ഭയങ്കര ഗ്രാവിറ്റി ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ സണ്ണിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസുകൾ എല്ലാ ഗ്യാസും എസ്കേപ്പ് ചെയ്യാനാണ് നോക്കുക ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന്. പക്ഷെ സണ്ണിന്റെ ഗ്രാവിറ്റി അത് പുൾ ചെയ്ത് അകത്തേക്ക് എടുക്കും. അപ്പോൾ എന്ത് പറ്റും? എക്സ്പ്ലോഷൻസ് നടക്കും, കൊളൈഡിങ് നടക്കും, ആറ്റംസ് തമ്മിൽ ഫ്യൂഷൻ നടക്കും. അവിടെ ഒരു ആറ്റവും വേറെ ആറ്റവും തമ്മിൽ ഹൈ സ്പീഡിൽ വന്ന് ഇടിച്ചിട്ട് മാസീവായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു കോമ്പിനേഷൻ നടക്കും അവിടെ. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു എനർജി എമിറ്റ് ചെയ്യും. ആ എനർജിയാണ് നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ലൈറ്റ് ഈ ഒരു പ്രോസസ്സ് ഒരു സെക്കൻഡിൽ ഒരു 1 ബില്യൺ ടൈംസ് നടക്കുന്നുണ്ടാവും ഈ ഒരു ആറ്റത്തിന്റെ ഹിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫ്യൂഷൻ പ്രോസസ്സ് ഒരു സെക്കൻഡിൽ 1 ബില്യൺ ടൈംസ് നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ലൈറ്റ് നമ്മുടെ സൂര്യന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഭൂമിയല്ല പല പ്ലാനറ്റുകൾക്കും കിട്ടുന്നത്. ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്തേക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ഒരു സിറ്റുവേഷൻ, അത്രയും സ്പീഡിൽ ലൈറ്റ് ആറ്റംസ് എന്താ പറയുക കൊളൈഡ് ചെയ്യണില്ല, ഫ്യൂഷൻ ചെയ്യണില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ കിട്ടുന്ന കണ്ടിന്യൂസ് ലൈറ്റ് പാത്ത് കിട്ടില്ല, ഒരു സ്ട്രെയിറ്റ് പാത്ത് കിട്ടില്ല ഒരിക്കലും. ഇത്രയും സ്ട്രെയിറ്റും എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് പാത്ത് കിട്ടാൻ കാരണം ആ ഒരു കണ്ടിന്യൂസ് ഫ്യൂഷൻ കാരണമാണ്. പക്ഷെ എല്ലാ സ്റ്റാറുകളെ പോലെ തന്നെ നമ്മുടെ സ്റ്റാറിനും ഒരു എന്താ പറയുക എൻഡ് വരും. ആ എൻഡ് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്യൂഷൻ പ്രോസസ്സുകൾ സ്ലോ ആവും. ഫ്യൂഷൻ പ്രോസസ്സ് സ്ലോ ആകുമ്പോൾ ലൈറ്റിന്റെ വിരല് നമ്മുടെ ഭൂമിയിലേക്കുള്ള ലൈറ്റിന്റെ പ്രവേശനം കുറയും. ആ ഒരു എന്താ പറയാ എമൗണ്ട് ഓഫ് ലൈറ്റ് കമ്മിങ് ടുവേർഡ്സ് ദ എർത്ത് വിൽ ഡിക്രീസ്. അറ്റ് ദാറ്റ് ടൈം വാട്ട് ഹാപ്പൻസ് നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ സണ്ണിന് ഇത്രയും കാലം കൂടിയുള്ളൂ, കാലം കുറയാറായിരുന്നു. പക്ഷെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് ഭയങ്കര ചെറിയൊരു സ്റ്റാറാണ്. അതിന് ഭയങ്കര പ്രായം കുറവാണ് നമ്മുടെ സ്റ്റാറിന്. അതുകൊണ്ട് കുറെ കൊല്ലങ്ങൾ ഇനി എടുക്കും. ഇനിയും ഒരു മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്താലേ നമ്മുടെ സ്റ്റാറിന് പ്രായമുള്ളൂ. പക്ഷെ നമ്മുടെ സ്റ്റാറിന് അടുത്തുള്ള വേറൊരു സ്റ്റാർ ഉണ്ട്, ബീറ്റിൽ ഗ്ലോസ് എന്ന് പറഞ്ഞിട്ട്. ആ സ്റ്റാർ നമ്മുടെ സണ്ണിനെക്കാട്ടും ഒരു 14 ടൈംസ് ബിഗർ ആണ്. അപ്പൊ നമ്മുടെ ആ ഒരു സ്റ്റാറിന്റെ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സണ്ണിനെക്കാട്ടും ഭയങ്കര കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാറുകളും ഈ ഒരു യൂണിവേഴ്സിലുണ്ട്.
അപ്പോൾ അതാണ് ലൈറ്റിന്റെ എന്താ പറയുക സോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈറ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത് സൺ ആണ്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ കുറെ സോഴ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈറ്റ് ബൾബ് നമ്മുടെ ഒരു സോഴ്സ് ആണ്. അതുപോലെ ബൾബുകൾ, അതുപോലെ തന്നെ ട്യൂബുകൾ, ഇതൊക്കെ നമ്മൾ നമ്മുടെ ഔട്ട് സോഴ്സിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ലൈറ്റിന്റെ സോഴ്സുകളാണ്. ഓക്കെ, ഇനി ടേംസ് റിലേറ്റഡ് ടു റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. ഈ ഒരു ഈ 3 ടേംസ്, ഈ 4 ടേംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസിഡന്റ് റേ എന്താണ്, റിഫ്ലക്റ്റഡ് റേ എന്താണ്, നോർമൽ എന്താണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എന്താണ് ഈ ടേംസ് റിലേറ്റഡ് ആയത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ടാണ്. ലോ ഓഫ് റിഫ്ലക്ഷൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് ഒരു സർഫസിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഹിറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യണ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും, റിഫ്ലക്റ്റഡ് റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് ഇടിച്ചിട്ട് ബൗൺസ് ചെയ്ത് പോണ റേയും, പിന്നെ അതിന്റെ നടുക്കുള്ള ഒരു നോർമൽ എന്ന് പറയുന്ന ആ ഒരു പ്ലെയിനും, പിന്നെ ആ പ്ലെയിനും തമ്മിൽ ഫുള്ളി ഒരു 90 ഡിഗ്രി വ്യത്യാസം ഉണ്ടാവുള്ളൂ, എല്ലാം ഈക്വൽ ആയിരിക്കും എന്ന് പറയണത്. അപ്പോൾ ബേസിക്കലി അവരെന്താ പറയണത്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ റിഫ്ലക്റ്റഡ് റേയും ഇൻസിഡന്റ് റേയും നോർമലും എല്ലാം ഒരേ പ്ലെയിനിൽ ഇരിക്കുന്നതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ഈ 2 ലോസ് ആണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റിഫ്ലക്റ്റഡ് റേ? ദ റേ ഓഫ് ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് നോൺ ആസ് ദ ഇൻസിഡന്റ് റേ. റിഫ്ലക്റ്റഡ് റേ എന്താണ്? ദ റേ ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് സെൻഡ് ബാക്ക് ബൈ ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. നോർമൽ എന്താണ്? ദ നോർമൽ ഇസ് എ ലൈൻ അറ്റ് ദ റൈറ്റ് ആംഗിൾ ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? It is the angle made by the incident ray and the normal. അടുത്ത വെച്ച് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ആംഗിൾ മെയ്ഡ് ബൈ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ. ഒബ്ജക്റ്റ് എന്താ? ഇറ്റ് ഈസ് ദ തിങ് ദാറ്റ് ഫോംസ് ആൻ ഇമേജ് ഓൺ ദ സ്ക്രീൻ. നമ്മൾ ഒരു ഒബ്ജക്ട്, എന്ത് ഇമേജ് ഫോം ചെയ്യണമെങ്കിലും, ഇഫ് യു നീഡ് ടു ഫോം എൻ ഇമേജ് വി നീഡ് എൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റ് ഇല്ലാണ്ട് ഒരിക്കലും നമുക്കൊരു ഇമേജ് ഫോം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് എല്ലാം നമ്മുടെ ഒബ്ജക്റ്റുകളാണ്. ഇതൊക്കെ നമ്മുടെ കണ്ണിൽ വന്ന് പതിയുന്ന ഇമേജുകളാണ് ആക്ച്വലി. അപ്പൊ അതൊക്കെ ഒബ്ജക്റ്റുകൾ. ഇപ്പൊ ഒരു ഒബ്ജക്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇല്ലെങ്കിൽ അഫ്കോഴ്സ് ആ സാധനം നമുക്ക് കാണാൻ പറ്റില്ല. ഇമേജ് എന്താണ്? ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ ഒബ്ജക്ട് ഓൺ ദ സ്ക്രീൻ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് ഒരു റിഫ്ലക്ഷൻ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതല്ല, ഞാൻ പറഞ്ഞ മാതിരി ഒരു റിഫ്ലക്ഷൻ ആണ് എല്ലാത്തിൻ്റെയും. ആക്ച്വലി ആ സാധനം അവിടെ ഇരിക്കണം എന്നുള്ളത് ഒരു ഇരിക്കുന്നുണ്ട്. ആ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ലാപ്ടോപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അത് എൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ കണ്ണിൽ കാണുന്നു, റെറ്റിനയിൽ കാണുന്നു. അപ്പോൾ അത് ഇമേജ് എന്താ? റിഫ്ലക്ഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. വെർച്വൽ ഇമേജ് എന്താ? ഇമേജ് ദാറ്റ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ. ഒരു ഇമേജ് ഇപ്പോൾ നമുക്ക് ഒരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനൊരു വെർച്വൽ ഇമേജ് എന്ന് വിളിക്കും. പിന്നെ റിയൽ ഇമേജ് എന്താ? ദ ഇമേജ് ദാറ്റ് ഇസ് ഫോം ഡയറക്ട്ലി ഓൺ ദ സ്ക്രീൻ. റിയൽ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒബ്ജക്റ്റുകളാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ മിററിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എന്നെ അപ്പം തന്നെ കാണാൻ പറ്റും. അപ്പൊ ഒരു ഡയറക്റ്റ് റിയൽ ഇമേജാണ് അത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഇപ്പോ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതിൻ്റെ അത് കാണാൻ പറ്റും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ്. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് ഇൻസിഡന്റ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേ. ഒരു റേ വന്ന് ഹിറ്റ് ചെയ്ത് അത് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ ഈ റേനെ പറയണതാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഇത് റിഫ്ലക്റ്റഡ് റേ. ഇത് ആണ് നമ്മുടെ പ്ലെയിൻ. ഇതിൻ്റെ അകത്ത് ഒരു പ്ലെയിൻ മിറർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു പ്ലെയിൻ, ഒരു സർഫസ് എന്ന് പറയാം, പോളിഷ് സർഫസ് എന്ന് പറയും ആണെങ്കിൽ. അപ്പോൾ എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ദ ഇൻസിഡന്റ് റേ, the reflected ray, the normal to the mirror at the point of incidence all lay in the same plane. The incident ray and the reflected ray lie on either side of the normal. അപ്പോൾ ഇതാണ് ഈ ഒരു ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് എക്സാമുകളായാലും ഈ ചോദ്യം ചോദിക്കാവുന്നതാണ്. എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ? ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഈ ഒരു ഫിഗർ മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഈ ഫിഗർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് സിമ്പിൾ എഴുതാൻ പറ്റും.
ഓക്കെ, അടുത്ത വെച്ചാൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ഫോം ബൈ പ്ലെയിൻ മിറർ. അപ്പോൾ പ്ലെയിൻ മിറർ എന്താണ്? പ്ലെയിൻ മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോളിഷ് സർഫേസിനെ പറയുന്നത് പ്ലെയിൻ മിറർ. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ കണ്ണാടി എന്നൊക്കെ പറയുന്നത് പ്ലെയിൻ മിറർ ആണ്. അപ്പോൾ ഈ ഒരു പ്ലെയിൻ മിററിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ഞാൻ ഇതിൽ കാണാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വെർച്വൽ ആവും, ഇറക്റ്റ് ആവും. പിന്നെ ഓഫ് ദ സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്ട്. ഈ ഒബ്ജക്റ്റിന്റെ സൈസ് എത്രയാണോ അതുപോലെ തന്നെ നമുക്ക് പ്ലെയിൻ മിററിന്റെ അകത്ത് കാണാൻ പറ്റും. അതേ ഡിസ്റ്റൻസിൽ അതേ എന്താ പറയാ അതേ ഡിസ്റ്റൻസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ ഒരു കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ നമ്മുടെ അതേ ഫിഗർ തന്നെയാണ് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുക. നമ്മുടെ ഫേസ് തന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഇപ്പൊ ഞാനൊരു മിറർ എടുത്തിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്നെ അതുപോലെ തന്നെ കാണും. അല്ലാണ്ട് മാഗ്നിഫൈഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരിത്തിരി വികൃത രൂപത്തിലൊന്നും ഞാൻ കാണില്ല തന്നെ. കാരണം വെച്ചാൽ ഒരു പ്ലെയിൻ മിററിന്റെ പ്രോപ്പർട്ടീസ് അതാണ്. അത് അതുപോലെ തന്നെ എന്റെ ഇമേജ് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. പക്ഷെ നമുക്ക് ചില കാർണിവലിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ഗ്ലാസ് മേസ് എന്ന് പറഞ്ഞ ഒരു സംഭവം. കുറെ കാർണിവലിലൊക്കെ ആരെങ്കിലും ഗ്ലാസ് മേസിൽ കയറിയിട്ടുണ്ടോ? ഗ്ലാസ് മേസിൽ കയറിയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, ഗ്ലാസ് മേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളൊരു ഹോളിന്റെ അകത്ത് കയറും. അപ്പൊ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറെ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ടാവും. മിററുകളാണ് ആക്ച്വലി അത്. അപ്പൊ ഓരോ മിററിന്റെ അകത്തും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രൂപം വേറെ വേറെ. ഫോർ എക്സാമ്പിൾ ചിലതിൽ നമ്മുടെ തല ഭയങ്കര വലുതായിട്ടാവും, ചിലതിൽ നമ്മുടെ ശരീരം ഭയങ്കര വലുതായിട്ടാവും, തല ഭയങ്കര ചെറുതായിട്ടാവും, ചിലതിൽ നമ്മുടെ ഫുൾ ബോഡി ഇങ്ങനെ വേവ് പോലെയൊക്കെയാവും. അപ്പൊ അതൊക്കെ എന്താ പറയാ, ഇതൊക്കെ ഇലൂഷൻസ് ആണ്. ഇതൊക്കെ ആ ഒരു മിററിന്റെ പ്രത്യേക ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് അവർ അങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് കോൺവെക്സും കോൺകേവിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ട് അവർ ഉണ്ടാക്കുന്ന മിററുകളാവും. അപ്പൊ ആ മിററുകളിൽ നമ്മുടെ ഇമേജ് അങ്ങനെ ഫോം ചെയ്യാനായിട്ടുള്ള ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ നമ്മൾ പ്ലെയിൻ മിററിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ഇമേജ് എങ്ങനെയാണോ അതുപോലെ നമുക്ക് കാണാൻ പറ്റും. അതേ ഡിസ്റ്റൻസിൽ അതേ ഒബ്ജക്ട് സൈസിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻവേർട്ടഡ് ഇമേജ് ആവും കാണും, ലാറ്ററൽ ഇൻവേർട്ടഡ് ഇമേജ് ആവും നമുക്ക് കാണാൻ പറ്റുക. ഈ ഡയഗ്രത്തിന്റെ നമുക്ക് കാണാൻ പറ്റും. ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഒബ്ജക്റ്റ് ലൈറ്റ് ഇവിടെ വന്നിട്ട് ആ ലൈറ്റ് നമ്മുടെ കണ്ണിൽ പതിയുണ്ട്. ഇമേജ് ഫോം ചെയ്യണത് ബാക്കിലായിട്ടാണ് കാണിക്കുന്നത്. കണ്ടില്ലേ? ബാക്ക് ഓഫ് ദ ഇമേജ്. അത് ബാക്ക് ഓഫ് ദ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെർച്വൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. വെർച്വൽ ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും ആദ്യം. നമ്മൾ ബാക്കിയുള്ള മിറർ കോൺകേവും കോൺവെക്സും ഒക്കെ ഇതിനകത്ത് പഠിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് പ്രോപ്പർട്ടീസും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്ലി പഠിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഈ മിറർ എന്ന് പറയുന്നത്, മിറർ എന്താണ്? ഒരു പോളിഷ് സർഫസ് ആണ്. ഒരു സൈഡിൽ മിററിന്റെ പോളിഷ്ഡ് ആവും, സിൽവർ കോട്ടിംഗ് ആണ് മിക്ക മിററും ചെയ്യുക. അപ്പൊ ഒരു സൈഡിൽ സിൽവർ കോട്ടിംഗ് ഉണ്ടാവും, ഇപ്പുറത്തെ സൈഡിൽ അത് നല്ലോണം പോളിഷ് ഉണ്ടാവും. അപ്പൊ എന്ത് പറ്റും? അങ്ങനെയാണ് ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇപ്പൊ ഒരു ഗ്ലാസിനെ മിറർ ആക്കണം അങ്ങനെയാണ്. ഒരു സൈഡിൽ സിൽവർ കോട്ടിംഗ് ഉണ്ടാവും, ഇപ്പുറത്തെ ഒരു പോളിഷ് സർഫസ് ആവും. അപ്പോൾ അങ്ങനെ നമുക്കൊരു പ്ലെയിൻ മിറർ കിട്ടും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്പെറിക്കൽ മിറേഴ്സ് ആണ്, കോൺകേവും കോൺവെക്സും. സ്പെറിക്കൽ മിറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സെയിം മിററുകൾ തന്നെ സ്പെറിക്കൽ ഷേപ്പിലാവുമ്പോൾ അതിനെ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കും. നമുക്ക് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്പിയർ എടുക്കുകയാണെങ്കിൽ ആ സ്പിയർ നമ്മൾ നടുക്ക് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പീസുകൾ കിട്ടും നമുക്ക്. ആ 2 പീസുകളെയും നമ്മൾ എന്താ പറയാ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2 മിററുകൾ എന്ന് പറയാം. ഒന്ന് കോൺകേവും ഒരു കോൺവെക്സും. അകത്തേക്ക് തള്ളി നിൽക്കുന്നത് കോൺകേവും, പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കോൺവെക്സ് എന്ന് പറയും. അപ്പോൾ കോൺകേവിന്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്തായിരിക്കും സിൽവർ കോട്ടിംഗ് ഉണ്ടാവുക. കോൺവെക്സിന്റെ അകത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്താവും സിൽവർ കോട്ടിംഗ് ഉണ്ടാവാം. ആണ് ഇതിന്റെ വ്യത്യാസം. നമ്മളിപ്പോ കോൺകേവിന്റെ കോൺവെക്സിന്റെ ഒരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്പൂണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആക്കി എടുക്കാൻ പറ്റും. ഒരു കോൺകേവ് മിററിന്റെ അല്ലെങ്കിൽ കോൺവെക്സ് മിററിന്റെ സ്പൂണിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമേജ് ജസ്റ്റ് ഒരു എന്താ പറയാ, ചില സ്പൂണുകളിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ചില സ്പൂണുകളിൽ പോളിഷ് അത്ര ഇല്ലാത്ത സ്പൂണുകൾക്ക് നമുക്കത് കാണാൻ പറ്റില്ല. ഈ സിൽവർ സ്പൂൺസ് എന്ന് പറഞ്ഞ സ്പൂണുകളുണ്ട്, സിൽവർ സ്പൂണുകളുടെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയി നമ്മുടെ റിഫ്ലക്ഷൻ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ
അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ കോൺവെക്സും കോൺകേവിന്റെയും അകത്തുണ്ട്. ഇംപ്ലിമെന്റേഷൻ ആപ്ലിക്കേഷൻ ലെവൽ കുറെ കാര്യങ്ങളുണ്ട് കോൺവെക്സിന്റെയും കോൺകേവിന്റെയും. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ എന്താണ് ഒരു കോൺകേവ് മിറർ? ഒരു സ്പെറിക്കൽ മിറർ ദാറ്റ് ഹാസ് ഇറ്റ്സ് റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ്സ് എന്ന് പറയുന്നതാണ് ഒരു കോൺകേവ് മിറർ. അപ്പോൾ ഇൻവേർഡ്സിൽ അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടാവും, പുറം ഭാഗത്താവും അതിന്റെ സിൽവർ കോട്ടിംഗ് എന്ന് പറയുന്നത്. അതുപോലെ കോൺവെക്സ് മിറർ എന്താണ്? A spherical mirror that has its reflecting surface curved outwards. അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഔട്ട്വേർഡ്സിലേക്ക് ആയിട്ടുള്ള ഒരു മിററിനെ പറയാണ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് നമ്മൾ. There are some important terms to be explained in terms of spherical mirrors. അപ്പോൾ നമ്മളൊരു സ്പെറിക്കൽ മിറർ എടുക്കുകയാണെങ്കിൽ ഇത് ഈ പറയാൻ പോകുന്ന ടേംസ് സ്പെറിക്കൽ മിററിനും ബാധകമാണ്, ലെൻസിനും ബാധകമാണ്. നമ്മുടെ കോൺകേവ് കോൺവെക്സ് ലെൻസുകളും നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കും. അപ്പോൾ ഈ രണ്ട് മിററിനും ലെൻസിനും ബാധകമായ ടേംസ് ആണ് ഇത്. ഇപ്പൊ ഇത് നമ്മൾ മിറർ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലെൻസ് പഠിക്കാൻ നമുക്ക് പാടുണ്ടാവില്ല. കാരണം അതേ എന്താ പറയുക ടേംസും അതേ കണ്ടീഷൻസും ആവും നമ്മൾ മിററിൽ പഠിക്കുന്ന അതേ കണ്ടീഷൻസ് തന്നെയാവും നമ്മൾ ലെൻസിലും പഠിക്കുക. ഓക്കെ, ഇത്രയും എടുത്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഇത്രയും ഓക്കെ. ആശ, എന്താണ് ഡൗട്ട്? ആശയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ ഓക്കെ. ദേവനന്ദന് വല്ല ഡൗട്ട് ഉണ്ടോ ഇത്രയും എടുത്തതിൽ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ ടേംസ് നോക്കാം. സെന്റർ ഓഫ് കർവെഞ്ചർ, ഫോക്കസ്, പ്രിൻസിപ്പൽ ആക്സിസ്, പോൾ, ഫോക്കൽ ലെങ്ത്, റേഡിയസ് ഓഫ് കർവെഞ്ചർ. ഈ ഒരു 6 ടോപ്പിക്കുകളാണ്, ഈ ഒരു 6 ടേംസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. സെന്റർ ഓഫ് കർവെഞ്ചർ എന്ന് വെച്ചാൽ എന്താ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ഈ സ്പെറിക്കൽ മിറേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ഫുൾ സ്പിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. അപ്പൊ ആ മിററിന് നമ്മൾ നടുക്കായിട്ട് മുറിക്കുമ്പോൾ എന്തായാലും ആ ഒരു സ്പിയറിന് ഒരു സെന്റർ ഉണ്ടായിരിക്കും. ആ ഒരു പോയിന്റിനെ പറയണതാണ് സെന്റർ ഓഫ് കർവെഞ്ചർ എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിന്റെയും സെന്റർ ഓഫ് കർവെഞ്ചറിന്റെയും നടുക്ക് വരുന്ന ഒരു പോയിന്റ് ആണ് ഫോക്കസ്. ഈ ഫോക്കസിലാവും ഈ മിററിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന എല്ലാ ലൈറ്റ് റേസും വന്ന് കൺവേർട്ട് ചെയ്യണത് ഈ ഒരു ഫോക്കസിലാവും. പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ്? ഇപ്പൊ നമ്മൾ ഫോക്കസിന്റെയും പോളിന്റെയും സെന്റർ ഓഫ് കർവെഞ്ചറിനെ കൂടിയും ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിനെ പറയണതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. പോൾ എന്ന് പറയണത് ആ മിററിന്റെ കോൺകേവോ കോൺവെക്സ് മിററിന്റെയോ സെന്റർ പോയിന്റ്, അതിന്റെ കർവെഞ്ചറിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നതാണ് പോൾ എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത് എന്താണ്? ഫോക്കസ് ചെയ്യുന്ന ഫോക്കസും പോളും തമ്മിൽ ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത് പറയുന്നത്. റേഡിയസ് കർവെഞ്ചർ എന്താണ്? സെന്റർ ഓഫ് കർവെഞ്ചർ തൊട്ട് പോൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവെഞ്ചർ. റേഡിയസ് ഓഫ് കർവെഞ്ചർ R എന്ന് പറയുന്നത് എപ്പോഴും 1/2 ആവും. R എന്ന് പറയുന്നത് F എന്ന് പറയുന്നത് 1/R/2 ആവും. എന്നുവെച്ചാൽ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും റേഡിയസ് ഓഫ് കർവെഞ്ചറിന്റെ പകുതി ആയിരിക്കും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള തന്നെയാണ്. എന്താണ് സെന്റർ ഓഫ് കർവെഞ്ചർ? ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട് ഓഫ്. റേഡിയസ് ഓഫ് കർവെഞ്ചർ എന്താണ്? ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് പാർട്ട് ഓഫ്. പോൾ എന്താണ്? ഇറ്റ് ഈസ് സെന്റർ ഓഫ് ദ സ്പെറിക്കൽ മിറർ. പ്രിൻസിപ്പൽ ആക്സിസ്, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവെഞ്ചർ ആൻഡ് ദ പോൾ. ഇതൊരു ഇമേജ് ആണ്. അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് കഴിഞ്ഞ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമുക്ക് എപ്പോഴും കോൺകേവോ കോൺവെക്സോ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് ആണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഒരു ഹോൾ സ്പിയർ ഉണ്ടാവും, അപ്പോൾ ഇതാണ് ഒരു കോൺവെക്സ് മിററിന്റെ രൂപം. ഇവിടെ നമുക്ക് ലൈറ്റ് വന്നടിച്ച് ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. ഈ ഡാഷ് ഇട്ടിട്ടുള്ള ആണ് സിൽവർ കോട്ടിംഗ് ഉള്ള ഏരിയ. ഇവിടെ സെയിം ആണ്, ഇതൊരു കോൺകേവ് മിറർ ആണ്. ഈ ഒരു ഏരിയ പുറത്ത് അകത്തേക്ക് തള്ളി നിൽക്കുന്ന ഏരിയ ആണ്
റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. പുറത്ത് ഈ ഡാഷ് ലൈൻ വരച്ചിട്ടുള്ളതാണ് സിൽവർ കോട്ടിംഗ് ഉള്ള ഏരിയ. ഇതിൻ്റെ ഇത് കാണാൻ പറ്റും. ഈ ഒരു ലൈൻ പ്രിൻസിപ്പൽ പോളും സെന്റർ ഓഫ് കർവഞ്ചറും ഇവിടെ ഒരു ഫോക്കസ് ഉണ്ടാവും. ആ ഫോക്കസിന്റെ അകത്തൂടെ പോകുന്ന ലൈനപ്പ് പറയണതാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. പോള് തൊട്ട് സെന്റർ ഓഫ് കർവഞ്ചർ ഉള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവഞ്ചർ എന്നുള്ളത്. ഈ എം ഡാഷ് എന്ന് പറയുന്നത് അപ്പച്ചർ എന്ന് പറയും ആ മിററിന്റെ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാനും കുറച്ച് വേറെ ടേംസ് ഉണ്ട് മിറേഴ്സിൻ്റെ അകത്ത് തന്നെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഈ ഒരു മിറർ, ഈ ഒരു മിററിന് എന്താണ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ഇമേജ് ഫോം ചെയ്യും. ആ ഒബ്ജക്റ്റിനെ നമ്മൾ എച്ച് എന്നും വിളിക്കും, ഇമേജ് ഫോം ചെയ്യണതിന് നമ്മൾ എച്ച് ഡാഷ് എന്നും വിളിക്കും. അപ്പോൾ ഇമേജ് എച്ചും അല്ല ഒബ്ജക്റ്റ് എച്ചും ഇമേജ് എച്ച് ഡാഷും ഓരോ പൊസിഷൻ അനുസരിച്ച് ഒരു ഒബ്ജക്റ്റ് ഈ മിററിന്റെ ഫ്രണ്ടിൽ നമ്മൾ എവിടെയാണോ വെക്കുന്നത് ആ പൊസിഷൻ അനുസരിച്ച് ഇമേജ് എവിടെയാണോ ഫോം ചെയ്യണത് അതും മാറും നമ്മുടെ മിററിൻ്റെ അകത്ത്. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവില്ല, 10th കഴിഞ്ഞിട്ട് നിങ്ങൾ 11th ആവുമ്പോൾ 11th 12th സയൻസ് സ്ട്രീം എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് കറക്റ്റ് ചെയ്യാനുണ്ടാവും. വെച്ചാൽ ഒരു ക്യാൻഡിൽ തരും, ആ ക്യാൻഡിൽ നമ്മളൊരു പൊസിഷനിൽ വെച്ചിട്ട് ആ മെഴുകുതിരിയുടെ പൊസിഷൻ മാറ്റി നമ്മൾ ഇമേജ് എവിടെ ഫോം ചെയ്യുകയാണെന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും 11th 12th സയൻസ് സ്ട്രീം എടുക്കുമ്പോൾ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ എവിടെയാണോ ഈ ഒബ്ജക്റ്റ് വെക്കുന്നത് അതിനനുസരിച്ച് ആ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സും മാറും. ചിലപ്പോൾ അത് ഡിമിനിഷ്ഡ് ആവും, വളരെ ചെറുതാവും, ചിലപ്പോൾ അത് ഭയങ്കര എൻലാർജ്ഡ് ആവും, ഭയങ്കര മാഗ്നിഫൈഡ് ആവും. അപ്പോൾ അത് ഓരോ പൊസിഷൻ അനുസരിച്ചും ഇതിന്റെ ഇമേജ് മാറിക്കൊണ്ടേയിരിക്കും, ഇമേജിന്റെ ഷേപ്പ്. അപ്പോൾ ഇതിന്റെ അത് നമ്മൾ പഠിക്കുക കോൺകേവ് മിററിന്റെ ആണ് കണ്ടീഷൻസ് 6 പഠിക്കുക, കോൺവെക്സിന്റെ ആകെ 2 പഠിക്കാവുള്ളൂ. അപ്പോൾ കോൺകേവിന്റെ അകത്ത് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഗ്ലാസ് മെയ്സ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഗ്ലാസ് മെയ്സിന്റെ അകത്തുള്ള മിററുകൾക്ക് ഉള്ള ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അത് കോമ്പിനേഷൻ ആവും കോൺവെക്സിന്റെയും കോൺകേവിന്റെയും ഹൈലി മാഗ്നിഫൈഡ് ചെയ്തിട്ടുള്ള ഗ്ലാസുകളുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആവും ഈ ഗ്ലാസ് മെയ്സിന്റെ അകത്തുള്ള ഗ്ലാസുകൾ അല്ലെങ്കിൽ മിററുകൾ. അപ്പോൾ അതിൻ്റെ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രൂപം ഭയങ്കര, ചിലപ്പോൾ നമ്മൾ തല നോക്കുകയാണെങ്കിൽ തല ഭയങ്കര മാഗ്നിഫൈഡ് ആയിട്ട് കാണും, ശരീരം ഭയങ്കര ചെറുതായിട്ട് കാണും. കാരണം എന്താണ്, അതിന്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാണ്, കാരണം അവിടെ മേളിൽ ഒരു കോൺകേവ് മിററും ചിലപ്പോൾ താഴത്തെ ഒരു കോൺവെക്സ് മിററും വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു മേളിൽ ഒരു കോൺവെക്സ് മിററും താഴെ ഒരു കോൺകേവ് മിററും, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു റിഫ്ലക്റ്റഡ് ഇമേജ് ആവും കിട്ടാം. ഓക്കെ, ഇത് നമ്മൾ ഈ സ്പെറിക്കൽ മിറേഴ്സിന്റെ അകത്ത് അറിഞ്ഞു വെക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതൊന്ന് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ആണ്. വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കൂടുതലും എന്താ പറയുക ഇത്തിരി കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു മാഗ്നിഫിക്കേഷൻ നമ്മൾ ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു മിറർ തന്നു, എന്നിട്ടൊരു ക്വസ്റ്റ്യൻ തരാണ്, ഇതിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. ഇമേജ് ഇവിടെ, ഒബ്ജക്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്, ഇമേജ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്, ഇത്രയാണ് ഇമേജിന്റെ ഡിസ്റ്റൻസ്, ഇത്രയാണ് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യണത് ഇമേജിന്റെ ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടും, വെച്ചാൽ പോളിന്ന് ഇമേജിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉള്ളതാണ് വി, അതുപോലെ പോളിന്ന് ഒബ്ജക്റ്റിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉള്ളതാണ് യു. ഈ 2 ടേംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, യുവും വിയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാഗ്നിഫിക്കേഷൻ റിപ്രസെന്റ് ചെയ്യുന്നത് എം എന്ന് വെച്ച ടേം വെച്ചാണ്. നമ്മൾ മാഗ്നിഫിക്കേഷൻ സ്മോൾ എം വെച്ചിട്ടാണ് നമ്മൾ റിപ്രസെന്റ് ചെയ്യണത്. അപ്പോൾ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ഈസ് ഈക്വൽ ടു -v/u എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പല എക്സ്പെരിമെന്റ്സും ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്, നോർമലി നമ്മൾ കുറേ കണ്ടീഷൻസ്, കുറേ എക്സ്പെരിമെന്റ്സ് ചെയ്യും. എന്നിട്ട് ആ ഏത് എക്സ്പെരിമെന്റ് ഏത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കറക്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടുന്നത്, അതിന് നമ്മളൊരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ എന്താ പറയാ സ്റ്റേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എം ഈസ് ഈക്വൽ ടു -v/u എന്ന് പറയുന്ന ഇതാണ് ഇക്വേഷൻ മാഗ്നിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് വി എന്ന് പറയുന്നത് ഇമേജിന്റെ ഡിസ്റ്റൻസും യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസും ആണ്. അപ്പൊ മിറർ ഫോർമുല എന്താണ്, 1/f = 1/v + 1/u. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് മിറർ ഫോർമുല എന്ന് പറഞ്ഞിട്ട്. മിറർ ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് ഇമേജിന്റെ ഡിസ്റ്റൻസും കാണാം, ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കാണാം, ഫോക്കൽ ലെങ്ത്തും കാണാം.
അപ്പോൾ ഇതിൻ്റെ അകത്ത് 1/f = 1/v + 1/u എന്ന് പറയുന്നതാണ് മിറർ ഫോർമുല. ഈ രണ്ട് ഫോർമുലകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മിറർ പഠിക്കുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, ഈ രണ്ട് ഫോർമുലാസ് നമുക്ക് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് കൺവെൻഷൻ അല്ലെങ്കിൽ കുറച്ച് പ്രോട്ടോകോൾസ് നമ്മൾ ഫോളോ ചെയ്യണം. അതിനെ പറഞ്ഞതാണ് സൈൻ കൺവെൻഷൻസ് എന്ന് പറയാം. നമ്മൾ VUF ഈ 3 ടേംസിന് വേണ്ടി ഉപയോഗിക്കുന്ന സൈൻ കൺവെൻഷൻസ് എന്ന് പറയും. ആ സൈൻ കൺവെൻഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ ഒരു മിറർ എടുത്തു. ഇപ്പോൾ ഇതൊരു സ്പെറിക്കൽ മിറർ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞിട്ട് ക്വാഡ്രന്റ് 1, ക്വാഡ്രന്റ് 2, ക്വാഡ്രന്റ് 3, ക്വാഡ്രന്റ് 4 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓരോ ക്വാഡ്രൻസിനും ഓരോ സൈൻ ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ അകത്തും അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ ഡെഫിനിഷൻ. പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ്, ഫോക്കൽ ലെങ്ത് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ്, ഈ രണ്ടാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇതൊക്കെ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ ചെറിയ ടോപ്പിക്കിൽ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് 10th നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ എക്സാമിന് മാത്രമല്ല, പക്ഷേ കൂടാണ്ട് ഇപ്പൊ നിങ്ങൾ PSCക്ക് പോയാലും അല്ലെങ്കിൽ ഇപ്പൊ ഏത് എന്താ പറയുക ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എക്സാമുകളിൽ പോയാലും ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇതിപ്പോ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ്? ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് വെയർ ഓൾ ദ റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് കൺവേർജ്. ഫോക്കസ് ഓഫ് കോൺവെക്സ് മിറർ ഇറ്റ് ഈസ് ദ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് വെയർ ദ റിഫ്ലക്റ്റഡ് റേസ് അപ്പിയർ ടു കൺവേർജ്. അപ്പൊ ഇതിൻ്റെ ഇത് കാണാം, കൺവേർജ് ഡൈവേർജ് എന്നുള്ള കൺസെപ്റ്റ് എന്താ? കൺവേർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിമുട്ടലാണ്. എല്ലാ റേസും വന്നിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് ഒരു പോയിന്റിൽ വന്നിട്ട് കൂട്ടിമുട്ടാണെങ്കിൽ അതിനെ കൺവേർജിങ് പോയിന്റ് എന്ന് പറയും. ഇതിൻ്റെ നോക്കാം, കുറെ പാരലൽ ആയിട്ടുള്ള റേസ് ഉണ്ട്. ഈ റേസ് ഒക്കെ വന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ഒരു പോയിന്റ് വന്നിട്ട് കൺവേർജ് ചെയ്യാണ്. ഇവിടെ ഒരു കോൺവെക്സ് മിററിന്റെ കേസ് നോക്ക് നമ്മൾ. ഇവിടെ കറക്റ്റ് എല്ലാ റേസും വന്ന് ഒരു ഫോക്കസിൽ വന്നിട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്. കോൺവെക്സ് മിററിന്റെ കേസിൽ എങ്ങനെയാ? എല്ലാ റേസും വന്നിട്ട് ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡൈവേർജ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, ഡൈവേർജ് ചെയ്യണ റേസ് ഒരിക്കലും ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യില്ലല്ലോ, അതിങ്ങനെ പാരലായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുള്ളൂ ഇൻഫിനിറ്റിയിലേക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? ഒരു ഡൈവേർജ് ചെയ്യണ മിററിന്റെ റേസ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റിൽ അത് വന്ന് മീറ്റ് ചെയ്യണ കാണാം. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ കോൺവെക്സ് മിററിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. കോൺകേവിന്റെ ആണെങ്കിലോ ഇവിടെയാണ്. മുമ്പ് പറഞ്ഞ പോലെ എന്താണ് പോൾ എന്താ, പ്രിൻസിപ്പൽ ഫോക്കൽ ലെങ്ത് എന്താണ് ഓഫ് സ്പെറിക്കൽ മിറർ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഈസ് കോൾഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്പെറിക്കൽ മിറർ. The radius of curvature is 2 times the focal length of a spherical mirror. R എന്ന് പറയുന്നത് 2f ആണ്. R is equal to 2f. രണ്ട് ഫോക്കൽ ലെങ്ത് കൂടി ചേരുമ്പോഴാണ് ഒരു റേഡിയസ് എന്ന് പറയുന്നത്. അത് സിമ്പിൾ ആയിട്ട് ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു C വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവഞ്ചർ എന്ന് പറയുന്നത്. അതിന് നടുക്കുള്ള പോയിന്റ് ആണ് F എന്ന് പറയുന്നത്. അപ്പോൾ R എന്താവും? R is equal to 2f. F is equal to R/2. അപ്പോൾ ഇതാണ് നമ്മൾ സ്പെറിക്കൽ മിറേഴ്സിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ നേച്ചർ ഓഫ് ഇമേജ്, ഈ ഒരു മിറർ ഫോം ചെയ്യണ നേച്ചർ ഉണ്ട് അവർക്ക്. ഈ നേച്ചർ ഓഫ് ഇമേജ് ഈ പറഞ്ഞു, റിയലും വെർച്വലാണ്. രണ്ട് ടൈപ്പ് ഇമേജുകളാണ് ഒരു മിററിന് ഫോം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ രണ്ട് ഇമേജുകൾ ഫോം ചെയ്യുമ്പോൾ ഈ റിയലും വെർച്വലിനും കുറച്ച് എന്താ പറയുക സ്വഭാവങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. റിയൽ ഇമേജ് ആണെങ്കിൽ എന്താവും? ഇത്
ആക്ച്വൽ ഇന്ററാക്ഷൻ ഓഫ് ലൈറ്റ് റേസ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും ലൈറ്റ് റേസിന്റെ. ഇതേ ഇവിടെ നമുക്ക് കാണാം കറക്റ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. കറക്റ്റ് ആ ലൈറ്റ് റേസ് വന്നിട്ട് എല്ലാ റേസും ഒരു പോയിന്റിൽ വന്ന് മുട്ടുണ്ട്. പിന്നെ ഇറ്റ് ക്യാൻ ബി ഫോംഡ് ഓൺ എ സ്ക്രീൻ. ഈ ഒരു ഇമേജ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എന്നുവെച്ചാൽ ഇവിടെ നമ്മളിപ്പോൾ ഈ ഫോക്കസിന്റെ അവിടെ നമ്മളൊരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ആ ഇമേജ് അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ ഓൾവേസ് ഇൻവേർട്ടഡ്. ഈ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നത് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. ഇൻവേർട്ടഡ് എന്ന് വെച്ചാൽ എന്താണ്? തലതിരിഞ്ഞെന്ന് പറയും നമ്മൾ. അപ്പോൾ ഇൻവേർട്ടഡ് ഇമേജ് ആവും നമുക്ക് കിട്ടുക ഇത് ഈ ഒരു മിററിന്റെ ഇമേജ് എന്ന് പറയുന്നത്. അടുത്ത വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഇമേജ് ഉള്ള നേച്ചർ ഓഫ് ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ഇമേജ് ആണ്. വെർച്വൽ ഇമേജ് എങ്ങനെയാ? അപ്പിയർ ടു മീറ്റ് എന്ന് പറയാം. അപ്പിയർ ടു മീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് മീറ്റ് ചെയ്യണ പോലെ നമുക്ക് തോന്നും. അത് ഇവിടെ ഈ കേസിൽ നമുക്ക് മനസ്സിലാവും. വെച്ചാൽ ഇത് എല്ലാ ലൈറ്റ് റേസ് ആക്ച്വലി പോവാണ്, പക്ഷെ ഇത് ഇവരെന്താ അപ്പിയറിങ് ജസ്റ്റ് നമ്മൾ ഒരു എക്സ്റ്റൻഷൻ എടുത്തു കഴിയുമ്പോൾ അത് അപ്പിയർ ചെയ്യണതാണ്, മീറ്റ് ചെയ്യണത്. പിന്നെ ഓൾവേസ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആവില്ല വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ഇറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും, കറക്റ്റ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യല്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഇത്രയും ടോപ്പിക് എടുത്തതിൽ? ഇല്ല. ഓക്കെ, ആഷിക്കില്ല, ദേവനന്ദനും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിന് എന്താണെന്ന് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അപ്പൊ നിങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി. ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് ആക്ച്വലി? ലൈറ്റ് എന്താണ്? ഹലോ, കേൾക്കുന്നില്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് റേ വിച്ച് പാസസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അത് കറക്റ്റാണ്. നമുക്ക് ഇത് ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോഴേ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് നല്ല എന്താ പറയുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്. ഈ ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിന്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇനി അകത്ത് കിടക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഭയങ്കര ഡെപ്തിൽ പോകാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ടൈപ്പ് മിററുകൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചു? ആശ പറയൂ. ആശ ഓൺലൈനില്ലേ? ഹലോ. ഓക്കെ, ദേവനന്ദ് പറഞ്ഞോളൂ. എത്ര ടൈപ്പ് മിറർ നമ്മൾ ഇതിൽ പഠിച്ചു? ഓക്കെ, ഏതൊക്കെയാണത്? കോൺവെക്സ്, കോൺകേവ്. കോൺവെക്സ്, കോൺകേവ്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പ്ലെയിൻ മിററും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മൂന്ന് മിറർ ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കോൺകേവും കോൺവെക്സ് ആണ്. ഈ രണ്ട് മിററുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ഏത് രണ്ട് ഫിനോമിനാസ് ആണ് നമ്മൾ ആക്ച്വലി ഇതിന്റെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? രണ്ട് ഫിനോമിനകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? പറഞ്ഞോളൂ, ആരെങ്കിലും പറഞ്ഞോളൂ. ഏതൊക്കെ രണ്ട് ഫിനോമിനാസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? അപ്പൊ അത് ഏത് രണ്ടായിരുന്നു? യെസ്, കറക്റ്റാണ്. റിഫ്ലക്ഷനും റീഫ്രാക്ഷനും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഒരു പോളിഷ് സർഫസിൽ വന്ന് ലൈറ്റ് റേ ഹിറ്റ് ചെയ്യുമ്പോൾ അതൊരു ബൗൺസ് ചെയ്തിട്ട് ഈക്വൽ ആംഗിളിൽ ബൗൺസ് ചെയ്ത് പോകും. അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഫിനോമിനയാണ്, ആ ഒരു ഫിനോമിന പറയുന്നതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അത് ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സർഫസിൽ വന്നിട്ട് ലൈറ്റ് റേ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ബൗൺസ് ചെയ്ത് പോകുമ്പോൾ നടക്കുന്ന ഫിനോമിനയാണ്.
പിന്നെ റീഫ്രാക്ഷൻ എന്താണ്? സെയിം ഇതുപോലെ തന്നെ ഒരു ഫിനോമിനാണ്. റിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ രണ്ട് മീഡിയത്തിന്റെ ഇന്റർഫേസിൽ വെച്ചിട്ട് ലൈറ്റിന്റെ ഡയറക്ഷൻ മാറുന്ന ഒരു ഫിനോമിനയാണ് റീഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് മിറർ പഠിച്ചു. നമ്മൾക്ക് രണ്ട് ടൈപ്പ് മിറർ ഉണ്ട്, പ്ലെയിൻ മിററും സ്പെറിക്കൽ മിററും. സ്പെറിക്കൽ മിററിൽ നമുക്ക് കോൺകേവ് മിറർ ഉണ്ട്, കോൺവെക്സ് മിറർ ഉണ്ട്. അതുപോലെ നേച്ചർ ഓഫ് ഇമേജസ് നമ്മൾ പഠിച്ചു. രണ്ട് ടൈപ്പ് നേച്ചറൽ ഇമേജുകൾ ഉണ്ട്, റിയലും ഉണ്ട്, വെർച്വലും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ കോൺകേവ് മിററിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിലിൽ പഠിക്കാനാണ് പോണത്. അപ്പോൾ ആ ടോപ്പിക്കുകൾ ഇത്തിരി ഡെപ്തിൽ പോകേണ്ട ടോപ്പിക്കുകളാണ് ആ ടോപ്പിക്കുകൾ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് ഒരു സെമറൈസേഷൻ പോലെ നമുക്ക് ചെയ്തു വെക്കാം. ഓക്കെ, എന്താണ് കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും കാര്യം നോക്ക്. ഓക്കെ, കോൺകേവ് മിറർ എന്ന് പറഞ്ഞ മിറർ നിങ്ങൾ ഡെയിലി ലൈഫിൽ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ആർക്കെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? എവിടെയാണ് ആക്ച്വലി കോൺകേവ് മിറർ എന്ന് പറഞ്ഞ മിറർ നമ്മൾ കണ്ടിട്ടുള്ളത്? നമ്മൾ കോൺകേവ് മിറർ നമ്മൾ ശ്രദ്ധിച്ച് എവിടെയാ? ഓക്കെ, സ്പൂണുകളിൽ നമുക്ക് കോൺകേവ് മിറർ കാണാൻ പറ്റും. അതല്ലാണ്ട് ഈ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി നമ്മുടെ ചുറ്റും ഉള്ള കാലത്ത്. ഇപ്പൊ നമ്മൾ പല്ല് പറിക്കാനായിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഡോക്ടറിന്റെ കയ്യിൽ ഒരു ചെറിയൊരു ഒരു ഗ്ലാസ് ഉണ്ടാവും, കുഞ്ഞു വട്ടത്തില് ഒരു നീണ്ട സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഒരു സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു ചെറിയൊരു മിറർ ഉണ്ടാവും. ഈ മിറർ വായരകത്ത് വെച്ചിട്ട് പല്ല് നോക്കും. അതൊരു കോൺകേവ് മിറർ ആണ്. അപ്പൊ ആ മിറർ വെച്ചിട്ട് ആൾക്ക് അകത്തുള്ള പല്ലിന്റെ ലെഫ്റ്റ് സൈഡ് തൊട്ട് റൈറ്റ് സൈഡ് വരെ മൊത്തം കാണാൻ പറ്റും ക്ലിയർ ആയിട്ട്. അപ്പൊ ആ ഡെന്റിസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു കോൺകേവ് മിറർ ആണ്. അതുപോലെ നമ്മൾ ഷേവിംഗ് മിറർ എന്ന് പറഞ്ഞിട്ടൊരു മിറർ മേടിക്കാൻ കിട്ടും. ഈ ഷേവിംഗ് മിറർ എന്ന് പറയുന്നത് ഒരു കോൺകേവ് മിറർ ആണ്. കൂടുതൽ വൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റും ഷേവിംഗ് മിററിന്റെ അകത്ത്. നമ്മുടെ താടി വടിക്കാനാണെങ്കിൽ താടിയുടെ അടിയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ സെർച്ച് ലൈറ്റ്, നമ്മുടെ സാധാരണ ടോർച്ച് ഇല്ലേ, നമ്മളെ സാധാ ടോർച്ച്, ആ ടോർച്ചിന്റെ അകത്ത് ഉപയോഗിക്കണ മിറർ എന്ന് പറയുന്നത് ഒരു കോൺകേവ് മിററാണ്. ഈ ടോർച്ച് തുറന്നു നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ടോർച്ചിന്റെ ഫ്രണ്ട് ഭാഗം തുറന്നു കഴിഞ്ഞാൽ പഴയ ബ്രൈറ്റ് ലൈറ്റിന്റെ ഒക്കെ ടോർച്ച് ഉണ്ടാവും, പഴയ ബ്രൈറ്റ് ലൈറ്റ്. അപ്പൊ ബ്രൈറ്റ് ലൈറ്റിന്റെ ഒക്കെ ടോർച്ച് ഫ്രണ്ട് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അതിന്റെ അകത്തൊരു ഫ്രണ്ടിലൊരു ലെൻസ് ഉണ്ടാവും. ആ ലെൻസിന് ചുറ്റും ഒരു മിററിന്റെ ഒരു മിറർ കോട്ടിങ് ഉണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റ് പുറത്തേക്ക് ഫുള്ളി എക്സ്റ്റേണൽ ആയിട്ടാണ് സ്പ്രെഡ് ആവുക ലൈറ്റ്. ബ്രൈറ്റ് ലൈറ്റിന്റെ ടോർച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോയിന്റിലേക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് അതിങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കും. അത് ഒരു നടുക്കിൽ കൂടെ ഒരു ഫോക്കസ് ഉണ്ടാവും അതിന് ആ നടുക്കിലത്തെ ഫോക്കസ് കൂടാണ്ട് പുറത്തേക്ക് വൈഡായിട്ട് ചെറുതായിട്ടൊരു പോയിന്റ് ഉണ്ടാവും. ശരിക്കും നമ്മൾ ഈ ബ്രൈറ്റ് ലൈറ്റിനൊക്കെ ടോർച്ച് മുകളിലേക്ക് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അലാറം സിഗ്നലിന്റെ ലൈറ്റ് ഒക്കെ കൊടുക്കണ പോലെ. കാരണം അത്രയും എന്താ പറയാ ഫോക്കസും ബ്രൈറ്റ് ഉള്ള ഒരു ടോർച്ചാണ്. അത് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ കോമ്പിനേഷൻ ലെൻസിന്റെയും മിററിന്റെയും കോമ്പിനേഷൻ അവർ യൂസ് ചെയ്യണതുകൊണ്ടാണ്. അപ്പോൾ ഒരു കോൺകേവ് മിറർ നമ്മൾ സെർച്ച് ലൈറ്റിന്റെ അകത്ത് ഉപയോഗിക്കും. പിന്നെ ഇൻ ഹെഡ് ലാംപ്സ്, നമ്മൾ വണ്ടികളുടെ ഹെഡ് ലാംപ്സിന്റെ അകത്ത് നമ്മൾ കോൺകേവ് മിറർ നമ്മൾ ഉപയോഗിക്കും. ഹെഡ് ലാംപ്സിന്റെ അകത്ത് എങ്ങനെയാ? ഇപ്പോ ഒരു സെയിം പ്രിൻസിപ്പിൾ, ആ ടോർച്ച് ലൈറ്റിന്റെ അകത്തുള്ള അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നത്. കാരണം ഒരു ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രെഡ് ആവുക ചെയ്യുക. ആക്ച്വലി ഒരു ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റ് സ്പ്രെഡ് ആവുക ചെയ്യുക. അപ്പോൾ സ്പ്രെഡ് ആവണ ഈ ലൈറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യും ആദ്യം, എന്നിട്ട് അത് പുറത്തേക്ക് വിടും. അപ്പൊ എന്ത് പറ്റും, നമുക്ക് വണ്ടിയുടെ അകത്ത് നോക്കുമ്പോൾ ഇപ്പൊ ചില പഴയ കാറുകളൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ ലൈറ്റിന്റെ എന്താ പറയാ വണ്ടികളുടെ ലൈറ്റിങ് സ്പ്രെഡ് ആയിട്ടാവും കിടക്കുന്നുണ്ടാവും. നമുക്കൊന്നും കാണാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു വെളിച്ചം ഉണ്ടാവും ഫ്രണ്ടിലേക്ക്, അല്ലാണ്ട് ദൂരെയുള്ള വണ്ടികളൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഈ ഒരു കോൺകേവ് മിററിന്റെ യൂസിലാണ് ഈ ലൈറ്റ് മൊത്തം നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വിടുന്നത്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും വിസിബിൾ ആയിട്ട്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളാണ് നമ്മൾക്ക് ബേസിക് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കോൺകേവ് മിററിന്റെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺവെക്സ് മിറർ വരുമ്പോൾ നമ്മൾ കോൺവെക്സ് മിററിന്റെ അപ്ലിക്കേഷൻ പഠിക്കും.
ജസ്റ്റ് ഞാനിപ്പോ ഇപ്പൊ തന്നെ ഒരു എന്താ പറയാ ഒരു റിവ്യൂ പോലെ തരാം ഈ എന്തൊക്കെയാണെന്ന്. കോൺവെക്സ് മിറർ നമ്മൾ യൂസ് ചെയ്യണത് റെയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കും. റെയർ വ്യൂ മിറർ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ വണ്ടിയുടെ അകത്ത് നമ്മൾ യൂസ് ചെയ്യണതാണ് റെയർ വ്യൂ മിറർ എന്ന് പറയും. ബാക്കിൽ വരുന്ന വണ്ടികൾ കാണാൻ വേണ്ടിയിട്ട്. അത് അതിനകത്ത് എഴുതിയിട്ടുണ്ടോ ദ ഒബ്ജക്ട്സ് ആർ ക്ലോസർ ദാൻ യു തിങ്ക് എന്ന് വെച്ചിട്ട്. എന്നുവെച്ചാൽ ആ സാധനം ഭയങ്കര മാഗ്നിഫൈഡ് പ്രോപ്പർട്ടി ഉള്ള ഒരു മിററാണ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജുകൾ നമ്മൾ പ്രതീക്ഷിച്ചതിനായിട്ടും അടുത്ത് ആക്ച്വലി ആയിരിക്കും ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് കോൺവെക്സ് മിറർ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഷോപ്പുകളിൽ കള്ളന്മാരെ പിടിക്കാനായിട്ട് ഒരു ചില ഷോപ്പുകളിൽ ഉണ്ടാവും ഒരു കോർണറിൽ ഒരു മിറർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഷോപ്പുകളിൽ അങ്ങനെ വെക്കാറില്ല. ഇപ്പോൾ CCTV ഒക്കെ ഉള്ളതുകൊണ്ട് അവർ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഒരു കോർണറിൽ ഒരു മിറർ വെക്കും. പണ്ടത്തെ ഷോപ്പുകളിലൊക്കെ വെക്കാറുണ്ട്. അതുപോലെ നമ്മൾ പാർക്കിങ്ങിൽ മൾട്ടി ലെയർ പാർക്കിങ്ങുകൾ നോക്കുകയാണെങ്കിൽ മൾട്ടി ലെയർ പാർക്കിങ്ങുകളിൽ ഇറങ്ങുന്ന സ്ഥലത്തും കയറുന്ന സ്ഥലത്തൊക്കെ ആയിട്ട് ഒരു മിറർ വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ. അതൊരു കോൺവെക്സ് മിറർ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈഡർ ആംഗിൾ കിട്ടും നമുക്ക് ഈ ഒരു മിറർ വെച്ചിട്ട്. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും വണ്ടി വരികയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടി നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ടേൺ ഒക്കെ ആവും. അപ്പോൾ ആ ടേണിൽ വരുന്ന വണ്ടികൾക്ക് അപ്പുറത്തിപ്പുറത്തു നിന്നുള്ള വണ്ടികൾ കാണാൻ പറ്റും ഈ കോൺവെക്സ് മിറർ വെച്ചിട്ട്. അതുപോലെ ട്രാഫിക് ജംഗ്ഷൻ്റെ അതും ഉപയോഗിക്കും നമ്മൾ. അപ്പോൾ അത് ജസ്റ്റ് ഒരു എന്താ പറയുക ആപ്ലിക്കേഷൻസ് ആണ് കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെയും. ഓക്കെ, ഞാൻ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ഡെപ്തിൽ പോകും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റീഫ്രാക്ഷൻ കവർ ചെയ്യണം. റീഫ്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ സിലബസിൽ നമ്മൾ വെച്ച് പഠിക്കുന്ന കണ്ണികൾ. ഇന്നത്തെ ഇത് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫുള്ള് കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെയും പൊസിഷൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ ഇതിൽ വേണം, സാർ ഇങ്ങനെ എടുത്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് കൂടിയും ഇത്തിരിയും നല്ലോണം അടുത്ത ക്ലാസ്സിൽ എടുക്കണം നിങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്നോട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക മെയിൽ ചെയ്യാം നമ്മുടെ സൈറ്റ് വഴി. അപ്പോൾ സ്ലോ ആണ് ആൻസർ ഇട്ടു പക്ഷേ വന്നില്ല. ഓക്കെ, അത് കുഴപ്പമില്ല, അതൊന്നും വിഷയമില്ല. അത് വെച്ചാൽ നിങ്ങൾക്ക് പറയണ കാര്യം മനസ്സിലായിട്ടുള്ളതാണ് എന്താ പറയുക ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കണല്ലോ. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞ ഇത്ര കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ഓരോ പൊസിഷനും ഓരോ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അടുത്ത ഇതിൽ പഠിക്കുക. അപ്പോൾ ഈ ടോപ്പിക്ക് ഭയങ്കര എന്താ പറയുക വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇന്നൊരു ടോപ്പിക് കൂടി ഒന്ന് എടുക്കാൻ പറ്റുമോ സാർ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് എനിക്ക് മനസ്സിലായില്ല, എന്തെങ്കിലും ഡൗട്ടുകൾ വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഞങ്ങളുടെ ഏതെങ്കിലും ഫാക്കൽറ്റീനെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവർ ഞങ്ങൾ അറിയിച്ചോളും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു സാർ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ സ്കൂളിൽ എടുക്കുന്നുണ്ടാവും ഈ ടോപ്പിക്കുകളൊക്കെ. പക്ഷെ നിങ്ങൾ അതിനായിട്ടും എന്താ പറയാ ഡെപ്തിൽ നമുക്ക് ഒരു കാര്യം പഠിക്കും. ഈ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ബുക്ക് നോക്കിയിട്ട് ആ ബുക്കിന്റെ ബേസിൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ല സയൻസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട്. അത് സയൻസ് അല്ല, ഏത് സബ്ജക്റ്റ് ആയാലും. അപ്പൊ ഞങ്ങളുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസിൽ നിന്ന് മാത്രമല്ല ഓഫ് സിലബസിൽ നിന്ന് കുറെ നോളജുകൾ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവണം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആശ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ ക്ലാസ്സിൽ ദേവനന്ദ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടിയും ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ പതുക്കെ നമുക്ക് എന്താ പറയുക ഒരു സ്വന്തമായിട്ട് കമ്മ്യൂണിറ്റി ഫോം ചെയ്യാൻ പറ്റണം. കാരണം വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അല്ല, അതിനോട് കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ന് നമ്മൾ സണ്ണിനെ കുറിച്ച് പഠിച്ചു. എത്ര പേർക്ക് ആക്ച്വലി സണ്ണിന്റെ ഈ ഒരു സ്വഭാവം പിന്നെ ബീറ്റൽ ഗീനസ് എന്ന് പറയുന്ന ആ ഒരു തൊട്ടടുത്തുള്ള സണ്ണിനെ കുറിച്ച് അറിയായിരുന്നു? ആർക്കെങ്കിലും അറിയായിരുന്നു? ഇല്ല സാർ. അപ്പോ ആക്ച്വലി അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ യൂണിവേഴ്സിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്.
കോസ്മിക് എന്ന് പറയുന്ന ഒരു കോസ്മോളജി അല്ലെങ്കിൽ കോസ്മിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ ലൈറ്റ് എന്ന് പറഞ്ഞു, ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യും, ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ എന്ത് പറ്റും? സൂര്യൻ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ലൈഫ് ഫോം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അല്ലേ? ചന്ദ്രൻ എന്താ പറയാ, സൂര്യൻ ഇല്ലെങ്കിൽ ചന്ദ്രൻ ഒരു കാര്യമില്ല, ചന്ദ്രൻ ഉണ്ടാവില്ല. സൂര്യൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് പഠിക്കാൻ തന്നെ കുറെ കാര്യങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർക്ക് കിട്ടണതും ഈ ടോപ്പിക്കൊക്കെ ഒരു സൈഡിൽ കൂടെ പോകും. പക്ഷെ അതല്ല, ഇപ്പൊ സണ്ണ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു സ്റ്റാർ നമ്മൾ പേരെടുത്ത് വിളിക്കുന്നു, സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പൊ ഈ സ്റ്റാർ, സൂര്യൻ എന്ന് പറഞ്ഞ സ്റ്റാർ എന്താ പറയാ ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ഉള്ളത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ മാത്രമല്ല, അടുത്ത ഈ ചാപ്റ്ററിൽ അടുത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മായയാണെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന പല കാര്യങ്ങളും ശരിക്കത് സത്യമല്ല, അതൊരു ഇലൂഷനാണ്. അതുപോലെ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കണതും നമ്മൾ സ്മെല് ചെയ്യണതും ഒക്കെ നമ്മുടെ എന്താ പറയാ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇലൂഷൻ എന്ന് പറയും, എല്ലാം മായ എന്ന് പറയും മലയാളത്തിലാണെങ്കിൽ. അപ്പോൾ ഈ ഇലൂഷൻ, ഈ ഒരു ഇലൂഷനെ കുറിച്ചാവും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. റീഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഇലൂഷൻ ആണ് ആക്ച്വലി. ഇല്ലാത്ത സാധനം ഇല്ലാതായിട്ട്, ഈ മിറാജ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? മിറാജ് എന്ന് കേട്ടിട്ടില്ലേ? ഒയാസിസിന്റെ അവിടെ മിറാജ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ ലൈറ്റിന്റെ ഒരു എന്താ പറയാ നമ്മളെ പറ്റിക്കാനുള്ള ഒരു ട്രിക്കാണ് ആക്ച്വലി. ഹാലൂസിനേഷൻ, ഇതൊക്കെ ഇമാജിനേഷനിൽ നിന്ന് വരുന്ന കുറെ കാര്യങ്ങളാണ്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ കവർ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഫ്രാക്ഷൻ്റെ അകത്ത് നമ്മൾ ട്വിങ്കിളിംഗ് ഓഫ് ലൈറ്റ്, അതുപോലെ സൺറൈസും സൺസെറ്റും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഈ ലൈറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ